ഇനി മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. കടലാമ സംരക്ഷണത്തിന്റെ പേരിൽ കടൽ ചെമ്മീൻ കയറ്റുമതിക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ വിലക്ക് പ്രതിവർഷം ഇന്ത്യക്കുണ്ടാക്കുന്ന നഷ്ടം ചെറുതല്ല. 2500 കോടിയാണ്. വിലക്കിനെതിരെ മത്സ്യത്തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക്. മത്സ്യത്തൊഴിലാളികൾക്ക് കനത്ത നഷ്ടമുണ്ടാക്കുന്നതിനാൽ ടെഡ് സംവിധാനം അംഗീകരിക്കില്ല എന്നും പ്രതിഷേധക്കാർ പറയും. ആരംഭിച്ച വിലക്ക് അമേരിക്ക ഇപ്പോഴും തുടരുമ്പോൾ പ്രതിവർഷം ഇന്ത്യക്ക് നഷ്ടം 2500 കോടി. ഇക്കാരണത്താൽ സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖല നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധി. കടലാമ വലയിൽ കുടുങ്ങുന്നു എന്നതാണ് ഉപരോധത്തിന് അമേരിക്ക ചൂണ്ടിക്കാട്ടുന്ന കാരണം. എന്നാൽ പശ്ചിമതീര സംസ്ഥാനങ്ങളിൽ കടലാമ സാന്നിധ്യം കുറവാണെന്ന് 2019 CMFRI റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പരിഹാരമാർഗമായി MPEDA മുന്നോട്ട് വച്ച ടെഡ് സംവിധാനം കനത്ത നഷ്ടമുണ്ടാക്കുന്നതിനാൽ അംഗീകരിക്കാൻ കഴിയില്ലെന്നും മുൻ ഫിഷറീസ് വകുപ്പ് മന്ത്രി S. ശർമ്മ. കടലാമയുടെ വംശനാശം എന്നുള്ളത് സംഭവിക്കാതിരിക്കുന്നതിന് എന്തെങ്കിലും സ്റ്റെപ്സ് എടുക്കുന്നതിന് ആരും എതിരില്ല. പക്ഷെ ഒരു നയത്തിൻ്റെ ഫലമായി ഒരു രാജ്യത്തിൻ്റെ സമ്പദ്ഘടന, ജനങ്ങളുടെ ജീവിതം, ഭാവി, ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ നിരോധനം പിൻവലിപ്പിക്കുന്ന പ്രായോഗിക പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നതിനായിരിക്കണം പ്രയോറിറ്റി. ചെമ്മീൻ പിടിക്കുന്ന ട്രോൾ വലകളിൽ നിന്ന് കടലാമകളെ രക്ഷപ്പെടാൻ സഹായിക്കുന്ന ടെഡ് സംവിധാനം ഇന്ത്യയിൽ നടപ്പാക്കിയാൽ പ്രശ്നപരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് MPEDA. എന്നാൽ ടെഡ് ഘടിപ്പിച്ചാൽ ചെമ്മീൻ്റെ 5% നഷ്ടമാകുമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ടെഡിലൂടെ മീനും കടന്നു പോകും. 20% കുറഞ്ഞ മീൻ അതിലൂടെ കടന്നു പോകും. പിന്നെ എന്ത് കിട്ടും? ആവശ്യമില്ലാന്ന് ഇന്ത്യയിലെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഗവേഷണ സ്ഥാപനം പറഞ്ഞൊരു സാധനം നിർബന്ധപൂർവ്വം കെട്ടിയേൽപ്പിക്കുന്ന നടപടി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇതിൽ ജനാധിപത്യമില്ല. ജനാധിപത്യവിരുദ്ധമായ നടപടി ഞങ്ങൾ ചെറുക്കും. സമുദ്രോൽപ്പന്ന മേഖലയെ തകർക്കുന്ന അമേരിക്കൻ ഉപരോധത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് കേരള ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി. റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. അലി അക്ബർ ഷാ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അലി അക്ബർ ഷാ, മത്സ്യത്തൊഴിലാളികളെ ബുദ്ധിമുട്ടിലാക്കുന്നതാണ്. എന്താണ് ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്? ഇത് എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും? അരുൺകുമാർ, 2019 കടലാമ സംരക്ഷണത്തിന്റെ പേരിൽ ഇത്തരത്തിൽ ചെമ്മീൻ കയറ്റുമതിക്ക് ഒരു വിലക്ക് അമേരിക്ക ഏർപ്പെടുത്തുന്നത്. ഈ ചെമ്മീൻ പിടിക്കുമ്പോൾ ഈ വലയിൽ കടലാമയും കുടുങ്ങും. അത്തരത്തിൽ കടലാമ വംശനാശ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു വിലക്കിലേക്ക് അമേരിക്ക പോകുന്നത്. ഈ വിലക്ക് ഇപ്പോഴും തുടരുമ്പോഴാണ് പ്രതിവർഷം 2500 കോടി രൂപയുടെ നഷ്ടം ഈ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ നിന്നും ഇന്ത്യക്ക് ഉണ്ടാകുന്നത്. ഈ ഘട്ടത്തിലാണ് ഈ സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖല കടുത്ത പ്രതിസന്ധിയിലേക്ക് പോയ ഘട്ടത്തിലാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിലേക്ക് കടക്കുന്നത്. ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരമായി അമേരിക്ക ഈ MPEDA മുന്നോട്ട് വച്ചൊരു പരിഹാര മാർഗം എന്ന് പറയുന്നത് ടെഡാണ്. ഈ ചെമ്മീൻ പിടിക്കുന്ന വലകളിൽ ഈ ആമകൾ കുടുങ്ങാതിരിക്കാൻ ഘടിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ടെഡ്. അത് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാകും, വിലക്ക് നീക്കാൻ കഴിയും എന്നുള്ള നിലയിലുള്ള പഠനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഈ ടെഡ് സംവിധാനം ഘടിപ്പിച്ചാൽ അതിലൂടെ ചെമ്മീനും പുറത്തേക്ക് പോകും. അത്തരത്തിൽ ചെമ്മീൻ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവും. പിന്നീട് എന്താണ് ഇതിൽ ഒരു പരിഹാരം? ചെമ്മീൻ കർഷകർ എങ്ങനെ അതിജീവിക്കുമെന്നതാണ് ഇവരുടെ പ്രധാന ചോദ്യം. ഇവർ കർഷകർ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം അമേരിക്കയിലെ കുത്തക കമ്പനികൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിലൊരു നിലപാട് ഇപ്പോൾ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതിനെ അംഗീകരിക്കുന്ന നിലയിലേക്ക് കേന്ദ്രം ഉൾപ്പെടെ പോവുകയാണെങ്കിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് പോകുമെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് ജീവൻ വെടിയണോ എന്നൊരു ചോദ്യമാണ് മത്സ്യത്തൊഴിലാളികൾ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും കടലാമ നമ്മളുടെ ആവാസ വ്യവസ്ഥയിൽ ഒരു പ്രധാനപ്പെട്ട ജീവിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിന് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാകരുത് നയങ്ങൾ ഉണ്ടാകേണ്ടത്.